everyone, welcome back to my channel. അപ്പോൾ നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് അഞ്ജലി ആൻഡ് യു ആർ വാച്ചിങ് ആഷീസ് ഹെവൻ. അപ്പോൾ നമ്മുടെ ഓണം സീരീസ് തുടങ്ങിയിട്ട് ഇന്ന് 3rd ഡേ ആണ്. ആൻഡ് ഫസ്റ്റ് 2 days ഞാൻ മേക്കപ്പ് വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്തത്. ഞാൻ ഇന്ന് ഈ ചെയ്തിരിക്കുന്ന മേക്കപ്പ് ലുക്ക് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ഐകാർഡിൽ കൊടുക്കാം. സോ പ്ലീസ് ഡു വാച്ച് ദാറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ്. ഇന്ന് നമ്മൾ ഹെയർ സ്റ്റൈൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ആ വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്ന ഹെയർ സ്റ്റൈൽ എങ്ങനെയാണെന്ന് ഞാനിപ്പോ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ആ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഹിറ്റ് ചെയ്തിട്ട് അതിൽ നോട്ടിഫിക്കേഷൻസിൽ ഓൾ എന്ന് നോട്ടിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ കാണാൻ പറ്റും. ആൻഡ് എവറി ഡേ അറ്റ് 6 PM ആണ് ഞാൻ ഈവനിങ് 6 PM ആണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് വീഡിയോ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ടൈം ഒന്നാകുമ്പോൾ ചാനലിൽ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിൽ ടാങ്കിൾസ് ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യണം. എന്നിട്ട് ഒരു സൈഡ് ക്രാഫ് എടുക്കുക, വകച്ചിലെടുക്കണം. ഓക്കെ, ഒരു സൈഡായിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് റൈറ്റ് സൈഡ് ആണെങ്കിൽ റൈറ്റ്, ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മിറർ ഇമേജ് ആയതുകൊണ്ടാണ് അത് റൈറ്റ് ആയിട്ട് തോന്നുന്നത്. സോ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള സൈഡിൽ എടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ പോർഷനായിട്ട് കുറേശ്ശെ എടുത്ത് ട്വിസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഞാൻ കാണിക്കുന്ന പോലെ ട്വിസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് അടുത്തൊരു സെക്ഷൻ എടുത്ത് ആഡ് ചെയ്യണം ട്വിസ്റ്റ് ചെയ്ത്. അതേപോലെ തന്നെ നമുക്ക് ചെവിയുടെ അവിടം വരെ നമുക്ക് ആഡ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, എടുക്കുക, ട്വിസ്റ്റ് ചെയ്യുക, ആ നേരത്തെ എടുത്തതിലേക്ക് ആഡ് ചെയ്യുക. ഇതേപോലെ നമുക്ക് ഈ ഫുൾ കംപ്ലീറ്റ് ഫോർ ഹെഡ് മൊത്തം കംപ്ലീറ്റ് ചെയ്യണം. ഇതേ പ്രോസസ്സ് തന്നെ എടുക്കണം. പാർട്ടീഷൻ എടുക്കണം, ട്വിസ്റ്റ് ചെയ്യണം, നേരത്തേലേക്ക് ആഡ് ചെയ്യണം. അതേപോലെ നമുക്ക് ട്വിസ്റ്റ് ആൻഡ് ആഡ് മെത്തേഡിലൂടെ ഇയർ പോർഷൻ വരെ, ഫ്രണ്ടിലെ ഇയർ പോർഷൻ, ക്രൗൺ ഏരിയ മൊത്തം നമുക്ക് അതേപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്ത് എടുക്കാം. ഇതിപ്പോ ഒരു ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഫ്രഞ്ച് ബ്രെയ്ഡ് ചെയ്ത പോലെ തോന്നാൻ വേണ്ടിയാണ്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പഫ് ചെയ്ത് വെക്കുന്ന പോലെ ജസ്റ്റ് സ്ലൈഡ് ആയിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ഒരു നല്ലൊരു ബോ പോലെ ഒരു നല്ലൊരു ഷേപ്പ് കിട്ടും. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പുല്ല് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ നല്ല സിൽക്കി ഹെയർ ആണെങ്കിൽ. എന്റെ ഒരു വേവി ടൈപ്പ് ഓഫ് കേർലി ഹെയർ ആയതുകൊണ്ട് അത് പുഷ് ചെയ്യാണ്ട് തന്നെ അത്യാവശ്യം പഫി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി അതിനെ നല്ലൊരു ക്ലിപ്പ് വെച്ച് നമുക്കൊന്ന് സെക്യൂർ ചെയ്യാം. ടിക് ക്ലിപ്സോ അല്ലെങ്കിൽ ഇനി സൈഡ് പിൻസോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഇരിക്കും. നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് ആഡ് ചെയ്ത് ഇതേപോലെ ചെയ്താൽ മതി. ഇനി ഇപ്പുറത്തെ സൈഡ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കിയുള്ള ആ പോർഷനിൽ നിന്ന് കുറച്ചെടുക്കുക, വീണ്ടും ട്വിസ്റ്റ് ചെയ്യുക, എന്നിട്ട് ബാക്കോട്ട് ഒന്ന് വലിച്ചു വെക്കണം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ പാർട്ടീഷൻസ് ആയിട്ട് എടുത്ത് ട്വിസ്റ്റ് ചെയ്ത് അതേ കൂട്ടിച്ചേർക്കണം. സെയിം പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ട്വിസ്റ്റ് ചെയ്യണം, ആഡ് ചെയ്യണം, സെക്ഷൻ എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ആ നേരത്തെ എടുത്ത സെക്ഷനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഒരു ഷേപ്പ് നന്നായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ഫോൾഡഡ് പോലത്തെ ഒരു പഫി ആയിട്ടുള്ള ഒരു ഇത് വരണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ പഫി ആക്കാനായിട്ട് നമ്മൾ ആഡ് ചെയ്ത പോർഷൻ സ്ലൈറ്റ് ആയിട്ടൊന്ന് പുല്ല് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കൊരു അഗെയിൻ ഒരു സൈഡ് ക്ലിപ്പ് എടുത്ത് സെക്യൂർ ചെയ്ത് വെക്കാം. അപ്പൊ മെയിൻ പോർഷൻ, നമ്മുടെ മെയിൻ വർക്ക് കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് ആ ഹെയർ ഒന്ന് ബ്രെയ്ഡ് ചെയ്യുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് കണ്ടില്ലേ, നന്നായിട്ട് ഇതേപോലെ നല്ലതായിട്ട് ഇങ്ങനെ ഒരു നല്ലൊരു പാർട്ടി വെയർ ലുക്ക് പോലെ ഒരു ലുക്ക് കിട്ടും ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ. ഇനി ആ ഹെയർ മൊത്തം ഒരു സൈഡിലേക്ക് എടുക്കുക. എടുത്തിട്ട് അതിന്റെ ടാങ്കിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ട് കോംബ് ചെയ്യാം. കോംബ് ചെയ്തിട്ട് നമുക്ക് നോർമൽ ബ്രെയ്ഡ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ ഫിഷ് ബ്രെയ്ഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രെയ്ഡ് ഇൻക്ലൂഡ് ചെയ്യാം. ഇവിടെ ഞാൻ നോർമൽ ആയിട്ട് നമ്മൾ 3 ഡിവൈഡ് ചെയ്തിട്ട് ബ്രെയ്ഡ് ചെയ്യത്തില്ലേ, നമ്മൾ റെഗുലർ ബ്രെയ്ഡ്, അത് തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. എത്ര ലെങ്ത് വേണോ അത്രയും ലെങ്ത്തിൽ നമുക്ക് ബ്രെയ്ഡ് ചെയ്ത് എടുക്കാം. സോ ഞാൻ ഇതൊരു മീഡിയം ലെങ്ത് വരെ നന്നായിട്ട് ഇത് പിന്നി കൊടുക്കുന്നുണ്ട്. ഇത് ബ്രെയ്ഡ് ചെയ്യുമ്പോൾ അത്ര ടൈറ്റ് ആയിട്ട് ബ്രെയ്ഡ് ചെയ്യേണ്ട, ഇച്ചിരി ലൂസായിട്ട് നമ്മുടെ ഹെയറിന് നല്ല വോള്യൂം കിട്ടുന്ന പോലെ വേണം ബ്രെയ്ഡ് ചെയ്യാനായിട്ട്. നല്ല തിക്നെസ് ഉള്ള ഹെയർ ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അല്ലാത്ത തിക്നെസ് വോള്യൂം ഇല്ലാത്ത ഹെയർ ആണെങ്കിൽ ഇച്ചിരി ലൂസായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമുക്കൊരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് സെക്യൂർ ചെയ്യാം. സെക്യൂർ ചെയ്തതിന് ശേഷം ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനിയിപ്പോ ഒന്നുമില്ല, ജസ്റ്റ് ആ ബ്രെയ്ഡ്സ് ഒന്ന് പുല്ല് ചെയ്ത് കൊടുത്താൽ മതി ഒന്നുകൂടെ വോള്യൂം കിട്ടാനായിട്ട്. അത്രേ ഉള്ളൂ. നല്ല പ്രിറ്റി ആയിട്ടില്ലേ ഹെയർ സ്റ്റൈൽ. ഇനിയിപ്പോ നമുക്കൊരു മുല്ലപ്പൂ വെച്ചിട്ട് ഇതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം. അത്രേ ഉള്ളൂ. Onam2021
അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ. ഇത് വളരെ പ്രിറ്റി ആയിട്ടിരിക്കുന്ന ഒരു ഹെയർ സ്റ്റൈൽ ആണ്. അറ്റ് ദ സെയിം ടൈം ഇത് വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട്. മോസ്റ്റ്ലി എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്ന ഒരു ഹെയർ സ്റ്റൈൽ തന്നെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ബിക്കോസ് അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രെയ്ഡഡ് ഹെയർ സ്റ്റൈൽ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. ഇത് വളരെ വളരെ എളുപ്പമാണ്. ഇത് ഇവിടുന്ന് ട്വിസ്റ്റ് ചെയ്ത് വെക്കുക, പിന്നെ ഇവിടുന്ന് ട്വിസ്റ്റ് ചെയ്യുക, പിന്നെ നോർമൽ ബ്രെയ്ഡ് ചെയ്യുക. ഈ ബ്രെയ്ഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് 4 പാർട്സ് ബ്രെയ്ഡ് ആണ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഫിഷ് പ്ലാറ്റ് ബ്രെയ്ഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഫ്രഞ്ച് ചെയ്യാം. പക്ഷെ എല്ലാത്തിനും നോർമൽ ആയിട്ട് ഞാനൊരു 3 നോർമൽ നമ്മുടെ മുടി പിന്നുന്ന പോലെ തന്നെയാണ് ഞാൻ പിന്നിരിക്കുന്നത്. പിന്നെ ഫ്ലവർ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ആണ്. ഇപ്പൊ എനിക്ക് മുല്ലപ്പൂ കിട്ടിയില്ല, സോ കിട്ടിയ ഫ്ലവർ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലവർ ഇവിടെ വെക്കാം, ഇവിടെ നോട്ടായിട്ട് ടൈ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ടൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ യു ആയിട്ട് വെക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് അതേപോലെ നിങ്ങൾക്ക് അത് സ്റ്റൈൽ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇതാണ് എന്റെ ഒരു ഓണം ഹെയർ സ്റ്റൈൽ ആയിട്ട് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. അറ്റ് ദ സെയിം ടൈം സൈഡിലുള്ള ബെല്ലൈക്കൻ കൂടി ഹിറ്റ് ചെയ്ത് നോട്ടിഫിക്കേഷൻസിൽ ഓൾ എന്ന് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫൈ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് സമയം കളയാതെ വേഗം തന്നെ കാണാനും പറ്റും. അപ്പോൾ ഇതാണ് എന്റെ ഒരു ഓണം ലുക്ക്. ഈ മേക്കപ്പ് ലുക്ക് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇത് അത് മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ ഐക്കാർഡിൽ കൊടുത്തിരിക്കാം. പ്ലീസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, ഇഷ്ടപ്പെടും. ആൻഡ് വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ മേക്കപ്പും ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.